പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ഭാഗം 10. ഓട്ടോക്കാരൻ്റെ കാശ് കൊടുത്തതും മറ്റും പ്രസിഡൻ്റായിരുന്നു. എന്നാൽ അയാളത് നിരസിച്ചു. ഞാൻ ഓട്ടം വന്നതാ സാറേ, പക്ഷേ എനിക്കുമുണ്ട് വീട്ടിൽ അമ്മയും പെങ്ങളും. ഇതൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം നിന്നത്. എനിക്കിതിന് പൈസ വേണ്ട. അയാൾ ആ പൈസ പ്രസിഡൻ്റെ കയ്യിൽ തിരികെ വെച്ചു കൊടുത്തു. പ്രസിഡന്റ് ഇക്കാര്യം കൊണ്ട് കൊച്ചിന് നാളെ തൊട്ട് അംഗൻവാടിയിൽ വരുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ജയയുടെ സംശയം ചോദിച്ചിട്ടും തീരില്ലായിരുന്നു. അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട. ശ്രീബാലയ്ക്ക് നാളെ ജോലിക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ല. പ്രസിഡന്റ് ശ്രീബാലയുടെ അടുത്തേക്ക് വന്നു. കഴിഞ്ഞതൊന്നും ഓർത്ത് മോൾ ഒരു കാരണം കൊണ്ടും വിഷമിക്കേണ്ട. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആൾക്കാർ പലതല്ലേ, പലതും പറഞ്ഞെന്ന് വരും. അതൊന്നും മോള് കാര്യമാക്കണ്ട. നാളെ മുതൽ ജോലിക്ക് വരണം കേട്ടോ. സ്റ്റേഷനിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും കൂടി വരാം. അതോർത്ത് സങ്കടപ്പെടണ്ട. അയാൾ അത്രയും വാത്സല്യത്തോടു കൂടി പറഞ്ഞപ്പോൾ ശ്രീബാല തലകുലുക്കി. എനിക്ക് സുമയോടൊരൽപ്പം സംസാരിക്കാനുണ്ട്. മോൾ അകത്തേക്ക് പൊയ്ക്കോ. ശ്രീബാല ഉണ്ണിക്കുട്ടൻ്റെ കൂടെ അവൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോഴും ലക്ഷ്മി അമ്മയും പ്രസിഡന്റും എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാനായി അപ്പുറത്തേക്ക് മാറി നിന്നു. ഇത്രയുമൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് സുമ ഇതിനു മുൻപേ ഒരു പരാതി തരാതിരുന്നത്? ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ട് ഇത്രയും വഷളാകാതെ നോക്കുമായിരുന്നില്ലേ? ഇതിപ്പോൾ ആ പെങ്കൊച്ച് ഇത്രയും വർഷമായി അനുഭവിച്ച മാനസിക പീഡനവും ബുദ്ധിമുട്ടും അതിനാര് സമാധാനം പറയും? ആ എസ് ഐ ഹരീഷ് ഒരു 100 തവണ എന്നോട് ചോദിച്ചതാണ് നിങ്ങളുടെ പേര് ചേർത്ത് കേസെടുക്കട്ടെ എന്ന്. ഞാൻ അപ്പോൾ അത് എതിർത്ത് ബാക്കിയുള്ള ഒരു പെൺകുട്ടിയെ കൂടി കരുതിയാണ്. പക്ഷേ നിങ്ങളൊരു അമ്മയാണെന്ന് പറയാൻ എനിക്കിപ്പോൾ വിഷമമുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് തന്നെയാണ് ശ്രീധരൻ ഇത്രയും ക്രൂരത പെൺകുട്ടിയോട് കാണിച്ചത്. ആ പോലീസുകാർ എഴുതി വച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ മനുഷ്യത്വമുള്ളവരുടെ എല്ലാ മനസാക്ഷി മരവിച്ചു പോവും. വല്ലാത്ത കഷ്ടം തോന്നുന്നു ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിച്ച്. സ്റ്റേഷനിൽ പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. പിന്നെ തനിയെ മോളെയും കൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലണ്ട. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. പ്രസിഡന്റ് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ സുമയ്ക്ക് നെഞ്ചിനകത്ത് വല്ലാത്ത വിങ്ങൽ തോന്നി. അവൾ ഒരു ആശ്രയത്തിനായി ജയയെ നോക്കി. പ്രസിഡന്റ് പറഞ്ഞതിൽ യാതൊരു കുറ്റവുമില്ല. ഞാനും കണ്ടതാണ് ആ കൊച്ചിനെ പരിശോധിക്കുമ്പോൾ അവളുടെ ശരീരം. എന്നാൽ എൻ്റെ സുമയെ, ഇയാളൊരു മനുഷ്യനാണോ? നീ ഇത്രയും നാൾ ഇതെല്ലാം കൂടി മൂടി വെക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. എങ്കിൽ ആ പെങ്കൊച്ചിനെ ഇന്ന് ഈ ഗതി വരുമായിരുന്നോ? ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ആ ദുഷ്ടൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ഇത്രയൊക്കെ സംഭവം ഇവിടെ ഉണ്ടായിട്ടും ആ പെങ്കൊച്ചിനെ ഒന്ന് ആശ്വസിപ്പിക്കാതെ നിൻ്റെ ഇളയ മോളുടെ നിപ്പും മട്ടും കാണുമ്പോൾ എനിക്കങ്ങോട്ടൊരെണ്ണം വച്ചു കൊടുക്കാനാണ് തോന്നുന്നത്. ഇങ്ങനെയുണ്ടോ പെൺപിള്ളാർ? അഹങ്കാരം. ഈ പെങ്കൊച്ച് അസല ശ്രീധരൻ്റെ പകർപ്പാണ്. സ്റ്റേഷനിൽ നിന്നപ്പോൾ ആ വനിതാ കോൺസ്റ്റബിൾ ഇവളെ ഒരു നോട്ടം നോക്കി എൻ്റെ സുമയെ എൻ്റെ കയ്യും കാലുമൊക്കെ കിടുകിടാന്ന് വിറച്ചു പോയ അത് കണ്ടിട്ട്. എന്നാൽ നിൻ്റെ മോക്ക് ഒരു കൂസലുമില്ലാതെയായിരുന്നു നിൽപ്പ്. ഈ ചെയ്തതെല്ലാം ബാല അർഹിക്കുന്നതാണ് എന്ന മട്ടിൽ. ഇവൾക്കറിയാമായിരുന്നോ ബാല അയാളുടെ മകളല്ലെന്ന്? ഇവളുടെ മട്ടും ഭാവവുമൊക്കെ കണ്ടാൽ തോന്നുമല്ലോ ഇവൾക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്ന്. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവൾക്ക് ബാലയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അവൾ ഇതിരി ചന്ത ഉള്ളതുകൊണ്ട് എപ്പോഴും ഇവൾക്ക് അവളോട് ദേഷ്യവും. ഇവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാല കാരണമാണ് ഞാനും ശ്രീധരേട്ടനും ഈ വീട്ടിൽ അടിപിടി ഉണ്ടാക്കുന്നതെന്ന്. ഒരു ശത്രുവിനോടെന്ന പോലെ മാത്രമേ ഇവൾ എൻ്റെ കുഞ്ഞിനോട് പെരുമാറിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇത്രയുമൊക്കെ സംഭവം നടന്നിട്ട് അവൾ ഒരക്ഷരം പറഞ്ഞോ? മൂർഖമ്പാവിന് തീറ്റി കൊടുക്കുന്നത് പോലെ ഞാൻ ഇവളെ നോക്കുന്നത് വെറുതെയാണ്. നീ നോക്കിക്കോ, ഒരു ദിവസം അയാളുടെ കയ്യിൽ നിന്ന് ഇവൾക്ക് ആവശ്യമുള്ളത് കിട്ടുമ്പോൾ ഇവൾ പഠിച്ചോളും. സുമ വാശിയോടെ തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് ഉണ്ണിക്കുട്ടൻ്റെയും ബാലയുടെയും അടുത്തേക്ക് പോയി. അതിന് പിന്നാലെ തന്നെ ജയയും ലക്ഷ്മിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് പോയി. അവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ബാലയ്ക്ക് ഇത് തന്നെ വേണമെന്ന് മട്ടിലായിരുന്നു അവളുടെ നിൽപ്പ്. എന്തായാലും ഒരു കാര്യത്തിൽ ഇപ്പോൾ അവൾക്ക് നല്ല സമാധാനമുണ്ട്. ബാലേച്ചി അച്ഛൻ്റെ മോളല്ല. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൂടെ കൂടാം. അച്ഛൻ്റെ സൈഡിൽ നിന്നാൽ എന്തായാലും അമ്മയെ പേടിക്കാതെ ഈ വീട്ടിൽ സുഖമായി കഴിഞ്ഞു പോകാം. അച്ഛൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും ബാലേച്ചിയുടെ അംഗൻവാടിയിലെ പോക്കെല്ലാം നിൽക്കും. അച്ഛനെ ഇനി ജാമ്യത്തിൽ വിടുമോ? അതോ അച്ഛൻ ജയിലിൽ നിന്നും വരില്ലേ?
എന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സുമേ, ഇപ്പോൾ തന്നെ നേരെ ഒരുപാട് വൈകി. കഴിഞ്ഞു പോയതൊന്നും ആലോചിച്ച് മോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. അത് അമ്മയ്ക്കും സങ്കടമാവും. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച് മോൾ മുന്നോട്ട് പോകണം. തളർന്ന 1000 പേര് ചുറ്റും കാണും. പക്ഷെ തളരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളത് നമ്മളാണ്. ഇപ്പോൾ മോൾ ഇവിടെ തളർന്നു പോയാൽ ഇനി ഒരിക്കലും നിനക്ക് അതിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രീധരൻ എന്ന അധ്യായം മോളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇതൊന്നും ആലോചിച്ച് നാളെ അംഗൻവാടിയിൽ പോകാതിരിക്കരുത്. പുറത്തേക്കിറങ്ങാൻ നേരം അര കൈവരയിലിരിക്കുന്ന ലക്ഷ്മിയെ നോക്കി പുച്ഛിച്ച് ജയ കടന്നുപോയി. ചേച്ചി, ബാലയെ മുറുകെ പിടിച്ച് കരയുകയാണ് ഉണ്ണിക്കുട്ടൻ. ഉടുപ്പൊക്കെ കീറി. ചേച്ചി ഇത് മാറ്റി വേറെ ഇട്. ഉണ്ണിക്കുട്ടൻ മറ്റൊരു ചുരിദാർ ബാലയുടെ മടിയിലിട്ടു. ബാല അവനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു. ഏറ്റവും ഇളയതായതുകൊണ്ട് ഒരുപാട് കൊഞ്ചിച്ചവനെ. എപ്പോഴും അവന് ബാല മതി. ഇപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത പ്രായമാണ്. പക്ഷേ എങ്കിലും തന്നെ ചുറ്റിപ്പറ്റി ആശ്വസിപ്പിക്കുന്ന അവനെ കണ്ടപ്പോൾ ഒരു നിമിഷം ബാലയുടെ ഉള്ളു പിടഞ്ഞുപോയി. പ്രസവിച്ചത് അമ്മയാണെന്നല്ലാതെ ഈ 2 പിള്ളേരെയും നോക്കി വളർത്തിയത് മുഴുവനും ബാലയായിരുന്നു. മൂത്ത ചേച്ചിയമ്മയായിരുന്നു ലക്ഷ്മിക്കും ഉണ്ണിക്കുട്ടനും ബാല. എന്നിട്ട് ലക്ഷ്മി ഇതുവരെ തന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നാൽ ആ സമയം മുതൽ ഉണ്ണിക്കുട്ടൻ തൻ്റെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുകയാണ്. അവൾ ഉണ്ണിക്കുട്ടനെ ചേർത്ത് പിടിച്ച് ഏങ്ങി കരഞ്ഞു. ഉണ്ണിക്കുട്ടൻ എടുത്തു കൊടുത്ത ഡ്രസ്സുമായി ബാല മുറ്റത്തേക്കിറങ്ങുന്നത് അര കൈവരിയിലിരിക്കുന്ന ലക്ഷ്മി കണ്ടു. മുന്നിലൂടെ ബാല കടന്നുപോയപ്പോൾ അവൾ പുച്ഛത്തിൽ ചുണ്ടുകൊട്ടി. ബാല വ്യക്തമായി അത് കാണുകയും ചെയ്തു. കുളിമുറിയിൽ ചെന്ന് ചരുവത്തിൽ നിന്നും വെള്ളം കോരി ശരീരത്തിൽ ഒഴിക്കുമ്പോൾ അവൾ കരഞ്ഞുപോയി. പെട്ടെന്ന് കുളിയും പാസാക്കി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ലക്ഷ്മി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അകത്തേക്ക് കയറിയ ബാലയുടെ മുന്നിലേക്ക് ലക്ഷ്മി വന്നു നിന്നു. നിങ്ങൾ ഒരുത്തി കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും സമാധാനക്കേട്. ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിനാണ് എനിക്ക് നിങ്ങളോട് ഇത്രയും ദേഷ്യമെന്ന്. പക്ഷേ ഇപ്പോഴല്ലേ അതിൻ്റെ കാരണം മനസ്സിലായത്. നിങ്ങൾ എൻ്റെ ആരുമല്ലാതെ തന്നെ. ഇത്രയും നാളും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. എന്നെക്കാൾ നിങ്ങൾ കാണാൻ സുന്ദരിയാണ്, നിങ്ങൾക്ക് മുടിയുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ആ സങ്കടം മാറി. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ ആരുമല്ല. എനിക്ക് ഞാനും ഉണ്ണിക്കുട്ടനും മതി. ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും മാത്രമായിരുന്നെങ്കിൽ ഈ വീട്ടിൽ എന്ത് സന്തോഷമായേനെ. നിങ്ങളാണ് ഇവിടുത്തെ അധികപ്പറ്റ്. ലക്ഷ്മി പറയുന്ന വാക്കുകളെല്ലാം തൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് ബാല അറിഞ്ഞു. ഈ വീടിൻ്റെ മനസമാധാനം നഷ്ടപ്പെടുത്തി എൻ്റെ അച്ഛനെ കൊള്ളരുതാത്തവനുമാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായോ? ഇനിയെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടെ? ആൾക്കാർ പറയുന്നതാണോ സത്യമെന്ന് എങ്ങനെ അറിയാം? അച്ഛൻ ഉപദ്രവിച്ചതാണെന്ന് നിങ്ങൾ പറയുന്നു. മറിച്ചായാലും മതി. പറഞ്ഞു കഴിഞ്ഞതും ബാല കൈ വലിച്ച് ലക്ഷ്മിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഇനിയൊരക്ഷരം നീ അയാളെക്കുറിച്ച് സംസാരിച്ചാൽ അനിയത്തിയാണെന്നുള്ള കാര്യം മറന്നു നിന്നെ ഞാൻ കൊന്നുകളയും. അനിയത്തിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നിന്നെ ഇപ്പോൾ ഞാൻ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ നിൻ്റെ ആ പുഴുത്ത നാവ് ഞാൻ പിഴുതെടുത്തേനെ. എന്തധികാരത്തിലടി നീ എന്നെ തല്ലിയത്? എൻ്റെ ശരീരത്തിൽ കൈവച്ചത്? ബാലയ്ക്ക് നേരെ ചീറിയ ലക്ഷ്മിയുടെ അടുത്ത കവിളിലും ബാലയുടെ കൈ പതിഞ്ഞു. എന്തധികാരത്തിലാണെന്ന് നിനക്കറിയണമോ? എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയതിൻ്റെ അധികാരത്തിൽ. കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ നോക്കിയ അധികാരത്തിൽ. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന അധികാരത്തിൽ. ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ നിനക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാം ഉള്ളിലൊതുക്കിയത് ഞാൻ ചെയ്ത തെറ്റായിപ്പോയി. ഒരിക്കൽ നീ മനസ്സിലാക്കും നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ നികൃഷ്ട ജീവിയുടെ സ്വഭാവം. ഈ പറഞ്ഞതിനൊക്കെ നീ മാപ്പ് പറഞ്ഞ് എൻ്റെ കാല് പിടിക്കുന്ന ഒരു ദിവസം വരും. കാത്തിരുന്നോ നീ? പറഞ്ഞുകൊണ്ട് ഉറപ്പോടെയുള്ള ചുവടുകളോടെ ബാല അകത്തേക്ക് കയറി. എല്ലാം കേട്ടുകൊണ്ട് വാതിൽക്കൽ നിന്ന സുമ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് അവളെ ആകമാനം പിടിച്ചുലച്ചു. എന്നോടെല്ലാവരും പറഞ്ഞു സ്വന്തം മകളോട് ഇത്രയും ക്രൂരത കാണിക്കുന്ന ആ മനുഷ്യനെ നേരത്തെ എന്തുകൊണ്ടാണ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെന്ന്. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ മകളെ പോലും നോക്കാതെ നിന്നെയും പിച്ചി ചീന്തുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയായ എനിക്കും സഹോദരിയായ അവൾക്കും കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് ആ ദ്രോഹിയെ പേടിച്ച് ഒന്നും പുറത്തു പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റായി പോയെന്ന്.
എൻ്റെ കുഞ്ഞ് നിന്നെ സ്നേഹിച്ചതിൻ്റെ ഒരംശം പോലും നീ അവളെ സ്നേഹിച്ചിട്ടില്ല. ഇതിനെല്ലാം കണക്ക് പറയുന്ന ദിവസം വിദൂരമല്ല ലക്ഷ്മി, നീ ഓർത്തു വെച്ചോ. ലക്ഷ്മി ചാടിത്തുള്ളി അവളുടെ മുറിയിലേക്ക് പോയി. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വൈകുന്നേരം സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ ഭാര്യയോട് പറയുകയായിരുന്നു പ്രസിഡന്റ്. എന്നാലും എൻ്റെ രമണി, ആ കൊച്ചിനെ കണ്ടാൽ കഷ്ടം തോന്നും. ഇയാളെയൊക്കെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ സാധിക്കുമോ? എനിക്ക് പാവം തോന്നുന്നു സതേട്ട ആ കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ. എന്നാലും ഇത്രയും കാലം എന്തെല്ലാം സഹിച്ചു കാണും ആ വീട്ടിൽ കിടന്ന്. എന്തായാലും ഇന്നത്തോടുകൂടി അതിനൊരു സമാധാനമായി. കാരണം എന്തായാലും കേസും കൂട്ടവും ഒക്കെയായി അയാൾ കുറച്ച് നാൾ അകത്ത് കിടക്കും. അല്ല സന്തോഷേട്ടാ, എനിക്കൊരു സംശയം. ഇനിയിപ്പോൾ കേസും പുക്കാറുമൊക്കെ ആയതുകൊണ്ട് ആ കൊച്ചിനിനി അംഗൻവാടിയിൽ പഠിപ്പിക്കാൻ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ 1-2 ആൾക്കാരെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. എന്നാലും 3 മാസം കഴിയുമ്പോൾ ആ കൊച്ചിൻ്റെ കാര്യം എന്താവും അതോർത്തിട്ടാണ് എനിക്കിപ്പോൾ ടെൻഷൻ. അന്നത്തെ രാത്രി കരഞ്ഞും നിലവിളിച്ചും കടന്നുപോയി. ബാക്കി 3 പേരും ഭക്ഷണം ഇറങ്ങാതെ ഇരിക്കുമ്പോൾ ലക്ഷ്മി മാത്രം തനിയെ കോരി കഴിക്കുന്നത് കണ്ടു. ഇടയ്ക്ക് ഉണ്ണിക്കുട്ടനെ കഴിക്കാൻ വന്ന് വിളിക്കുമ്പോൾ അവൾ ബാലയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. വേണ്ടെന്ന് പറഞ്ഞു. അല്പം പോലും വിശപ്പ് സഹിക്കാത്തവനാണ് ചേച്ചിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. ബാലയ്ക്ക് വിഷമം തോന്നി. ബാലേച്ചിക്ക് വേണ്ടാഞ്ഞിട്ടാണ് മോൻ പോയി കഴിക്ക്. ഒരുപാട് തവണ ബാല നിർബന്ധിച്ചെങ്കിലും ഉണ്ണിക്കുട്ടൻ പോകാൻ തയ്യാറായില്ല. രാവിലെ എഴുന്നേറ്റെങ്കിലും ഒന്നിനും ഉഷാറില്ലായിരുന്നു. അംഗൻവാടിയിൽ പോകാൻ തന്നെ മടിച്ചു. അപ്പോൾ ജയ ഭക്ഷണവുമായി അവിടേക്ക് വന്നത്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടു മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ലക്ഷ്മിയെ. ജയയെ കണ്ടപ്പോൾ ലക്ഷ്മി പുച്ഛിച്ച് മുഖം കോട്ടി. ഈ പെണ്ണിൻ്റെ അഹമ്മതിക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ ഉണ്ണിക്കുട്ടൻ്റെ മുറിയിലേക്ക് കയറിയത്. അവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്ന അമ്മയെയും മകളെയും കണ്ടപ്പോൾ അവർക്ക് വിഷമം തോന്നി. നിങ്ങളിങ്ങനെ ചടഞ്ഞിരുന്നാൽ എന്ത് ചെയ്യും സുമേ? അവൾക്ക് രാവിലെ അംഗൻവാടിയിൽ പോണ്ടേ? ഒന്നിനും തോന്നുന്നില്ല ജയെ. സുമ കരച്ചിലിൻ്റെ വക്കോളം എത്തി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? രാവിലെ പ്രസിഡന്റ് വിളിച്ചിരുന്നു. നിങ്ങളോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറി ഇതും കഴിച്ചു കൊണ്ട് പോകാൻ നോക്ക്. നിങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടായി അല്ലേ ജയെ? അങ്ങനെയൊന്നും ആലോചിക്കേണ്ട സുമേ. അങ്ങനെയൊന്നും ആലോചിക്കേണ്ട സുമേ. എനിക്ക് നീ എൻ്റെ കൂടപ്പറപ്പിനെ പോലെയാണ്. ഉണ്ണിക്കുട്ടാ, മോൻ പോയി പല്ല് തേച്ച് വാ. ഭക്ഷണം വിളമ്പി വെക്കാം. അതും കഴിച്ചുകൊണ്ട് മോൻ സ്കൂളിൽ പോകും. ഉണ്ണിക്കുട്ടൻ്റെ അമ്മയെയും ചേച്ചിയെയും നോക്കുമ്പോൾ അവർ 2 പേരും സമ്മതം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. നിങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ ഇരുന്നാൽ സമയം പോകും. വേഗം പോയി കുളിച്ച് വേഷം മാറി വാ. 2 പേരും മുറിയിൽ നിന്നും പുറത്തേക്ക് പോയതും ജയ ഭക്ഷണമെടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചു. ഉണ്ണിക്കുട്ടനെ നോക്കാനായി ജയ പുറത്തേക്കിറങ്ങി. 3 പേരും കുളിച്ചു മാറി വരുമ്പോഴേക്കും കൊണ്ടുവന്ന ഭക്ഷണം കാര്യമായി വിളമ്പി തിന്നുന്നുണ്ട് ലക്ഷ്മി. ആരെയും കണ്ട ഭാവം പോലും നടിക്കാതെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ജയ പാത്രമെടുത്ത് മറ്റുള്ളവർക്ക് വിളമ്പി വെച്ചു. ഉണ്ണിക്കുട്ടൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മി അവനെയും വിളിച്ച് യാത്ര പോലും പറയാതെ സ്കൂളിലേക്ക് പോയി. എൻ്റെ സുമയെ പറയാതിരിക്കാൻ വയ്യ. ഇത് നിൻ്റെ മോൾ തന്നെയാണോ? ഇത്രയും മനസാക്ഷിയില്ലാത്ത ഒരെണ്ണത്തിനെ ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കണം. ആ പോലീസുകാരൻ അല്പം മനസാക്ഷിയുള്ള കൂട്ടത്തിലുള്ളതാണ്. എന്തായാലും ഇനി കുറേ നാളേക്ക് ഇയാളെ കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടും. അംഗനവാടിയിലെ ജോലി കഴിയുമ്പോൾ പൊന്നുമംഗലത്തുള്ളവർ വരികയും ചെയ്യും. അപ്പോൾ പിന്നെ മോക്ക് പേടിക്കാതെ കഴിയാം. 2 പേരോടും ഇറങ്ങി ജയയും അവയോടൊപ്പം ചെന്നു. ഓട്ടോ പിടിച്ച് സ്റ്റേഷനിലെത്തുമ്പോൾ നേരം വൈകി. അവരെ കാണാത്തത് കൊണ്ട് തന്നെ എസ്.ഐ. ഹരീഷ് ശ്രീധരനുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഓട്ടോയിൽ 3 പേരും വന്നിറങ്ങിയത്. കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ തൂങ്ങി വരുന്ന ശ്രീധരനെ കണ്ടപ്പോൾ ബാല ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങി. എന്നാൽ അതിനിടയിലും അയാളുടെ കഴുകൻ കണ്ണുകൾ അവളെ കൊത്തിപ്പറിക്കുന്നത് എസ്.ഐ. വൃത്തിയായി കണ്ടു. നിങ്ങൾ വരാൻ വൈകിയപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്ന് കരുതി. എന്തായാലും ഇനിയിപ്പോൾ ഓട്ടോ വിടണ്ട. നിങ്ങൾ അതിൽ വന്നാൽ മതി. അവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. ആരെയും പേടിക്കേണ്ട. പറയുന്നതൊക്കെ സുമ തലകുലുക്കി കേട്ടു.
ഓട്ടോയിൽ കയറി നേരെ ജീപ്പിൻ്റെ പിന്നാലെ വിട്ടു. കോടതിയിൽ ചെല്ലുമ്പോൾ പിന്നെയും വൈകി കേസ് വിളിക്കാൻ. ഒടുവിൽ വക്കീൽ ചോദിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായ മറുപടി പറഞ്ഞ് അമ്മയും മകളും. അയാൾ 5 വർഷവും ജയിലിൽ തന്നെ കിടന്നാൽ തന്നെ സമാധാനം എന്ന മട്ടിലായിരുന്നു സുമ. പക്ഷേ ശ്രീധരൻ്റെ ശിക്ഷാ കാലാവധി 2 വർഷമാക്കി. എങ്കിലും 2 വർഷത്തേക്ക് അയാളുടെ ശല്യമുണ്ടാവില്ലല്ലോ എന്ന മനസമാധാനത്തോടെയാണ് അമ്മയും മകളും ജയയും കൂടി തിരികെ വന്നത്. അന്നത്തെ ദിവസം പ്രസിഡന്റിനെ കണ്ട് അടുത്ത ദിവസം മുതൽ കൃത്യമായി അംഗൻവാടിയിൽ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് സമ്മതിച്ച് ബാല തിരികെ പോയി. അയൽക്കാരൊക്കെ അവളെയും അമ്മയെയും നോക്കുന്നത് കാണുമ്പോൾ തങ്ങൾ എന്തോ തെറ്റ് ചെയ്ത പോലെ തോന്നും. എന്നാൽ ചിലരുടെ കണ്ണിൽ സഹതാപമായിരുന്നു. അന്ന് വൈകുന്നേരം ലക്ഷ്മി വരുമ്പോൾ അമ്മയും ബാലയും അകത്തുനിന്ന് ശ്രീധരനെക്കുറിച്ചും അയാളുടെ ശിക്ഷാകാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ്. ഇപ്പോൾ അമ്മയ്ക്കും ചേച്ചിക്കും സമാധാനമായി കാണും എൻ്റെ അച്ഛനെ അകത്താക്കിയപ്പോൾ. ഇനിയിപ്പോൾ 2 പേർക്കും കൂടി എന്തോ ആവാമല്ലോ. നീ എന്താടി അങ്ങനെ പറഞ്ഞത്? എനിക്കും ഇവൾക്കും കൂടി എന്താകാമെന്ന്? സുമ ലക്ഷ്മിയുടെ നേർക്ക് വന്നു. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പറഞ്ഞു പറഞ്ഞ് നിനക്ക് എന്തും പറയാമെന്നുള്ള ധിക്കാരമായോ? തുടരും. രുദ്രപ്രിയ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിറയെ സ്നേഹത്തോടെ രുദ്ര.